ഹലോ ഫ്രണ്ട്സ്, കപ്പലിൻ്റെ പൂക്കുഴലിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ഞാൻ ജോലി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലിൽ ഒന്നിൻ്റെ പൂവക്കുഴലിൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത്. ഇത് കണ്ട, നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഈ കപ്പലിൻ്റെ പൂക്കുഴൽ. ഏകദേശം ഒരു 5 നില കെട്ടിടത്തിൻ്റെ പൊക്കമുണ്ട് ഇതിന്. കപ്പലിലെ പൂക്കുഴലുകൾക്ക് ഒരു കഥ പറയാനുണ്ട്. പുറത്തുനിന്ന് നിങ്ങൾ കാണുന്നത് പുക ഉയരുന്നത് മാത്രമായിരിക്കും, പക്ഷേ ഓരോ പൂക്കുഴലുകളിലും ആ കമ്പനിയുടെ ലോഗോ പതിപ്പിച്ചിരിക്കും. ഫ്രണ്ട്സ്, ഈ കപ്പലിന് 2 പുകക്കുഴലുണ്ട്. കാരണം ഈ കപ്പലിന് 2 എഞ്ചിനുകൾ ഉള്ളത് കൊണ്ടാണ്. 2 എഞ്ചിനുകളിൽ നിന്ന് വരുന്ന പുക രണ്ടായിട്ടാണ് വെളിയിലേക്ക് പോകുന്നത്. ഇനിയാണ് പുകക്കുഴലിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ. അതിനുള്ളിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഡോർ വഴിയാണ് പുകക്കുഴലിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ കയറി വരുമ്പോഴേക്ക് തന്നെ ഇങ്ങനത്തെ ഒരു കാഴ്ചയാണ്. ഇവിടെ കുറേ പൈപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലിൻ്റെ മെയിൻ എഞ്ചിൻ്റെയും അതേപോലെ തന്നെ ജനറേറ്ററുകളുടെയും പൈപ്പുകളാണ്. ഇപ്പോൾ ഈ കാണുന്ന പൈപ്പാണ് കപ്പലിൻ്റെ മെയിൻ എഞ്ചിനിൽ നിന്നുള്ള പുക പുറത്തേക്ക് പോകാനായിട്ട് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ 2 പൈപ്പുകൾ കപ്പലിൻ്റെ ജനറേറ്ററിൽ നിന്നുള്ള പുക പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ വേറെ പലതരം പൈപ്പുകൾ കാണാൻ സാധിക്കും. ഇവിടെ നിന്നിനി അടുത്ത ഫ്ലോറിലേക്ക് പോകണം. നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ അതിൻ്റെ മുകളിലേക്ക് പോകുന്നതായിട്ടാണ്. ഇനി സെക്കൻഡ് ഫ്ലോറാണ്. സെക്കൻഡ് ഫ്ലോറിൽ എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാം. സെക്കൻഡ് ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ താഴത്തുനിന്ന് വരുന്ന പൈപ്പുകൾ തന്നെയാണ് കാണാൻ മെയിനായിട്ട് സാധിക്കുന്നത്. കപ്പലുകളുടെ പുറത്തു നിന്ന് നോക്കുന്നവർ ഒരിക്കലും വിചാരിക്കില്ല കപ്പലിൻ്റെ പൂവക്കുഴലിൻ്റെ ഉള്ളിൽ ഇത്രയും വിശാലമായ ഒരു സ്ഥലമുണ്ടെന്നുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇനി അടുത്ത പോകുന്നത് 3ാമത്തെ ഫ്ലോറിലേക്കാണ്. 3ാമത്തെ ഫ്ലോറിൽ എന്തൊക്കെയുണ്ടെന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് 3ാമത്തെ ഫ്ലോറിലാണ്. അവിടെ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഒരു ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വാൽവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടുന്ന് മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാലാണ് പുകക്കുഴലിൻ്റെ ഏറ്റവും മുകളിൽ നമ്മൾ എത്തിച്ചേരുന്നത്. ഇവിടെ ചെറിയൊരു ഡോറ് കാണാൻ സാധിക്കും. ഒരാൾക്ക് മാത്രമേ ഇതുവഴിയായിട്ട് മുകളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ മുകളിലാണ് കപ്പലിൻ്റെ പൈപ്പുകളിൽ നിന്ന് വരുന്ന പുക, മെയിൻ എഞ്ചിൻ്റെയും ജനറേറ്ററിൻ്റെയും പുക പോകുന്ന സ്ഥലം. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് ഫണലിൻ്റെ ഏറ്റവും മുകളിലത്തെ സ്ഥലം എന്ന് പറയുന്നത്. ഇവിടുന്നാണ് പുക വെളിയിലേക്ക് പോകുന്നത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് കപ്പലിൻ്റെ എഞ്ചിനിൽ നിന്നുള്ള പുക പോകുന്നത്. അപ്പോൾ ഇനി കപ്പലിലെ അടുത്തൊരു വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബായ്.